പത്തനംതിട്ട കോന്നി പാടം ഫോറസ്റ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി മുഴക്കിയ കെ.യു. ജനീഷ് കുമാർ എം.എൽ.എക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സ്വാർത്ഥ താൽപര്യക്കാർ വനപാലകർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടർ സ്റ്റാഫ് അസോസിയേഷൻ വിമർശിച്ചു. കോന്നി ഭാഗത്ത് കൈതച്ചക്ക മാഫിയയുടെ ആക്രമണങ്ങൾക്ക് കാട്ടാനകൾ ഇരയാകുന്നുണ്ടെന്നും സംഘടന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാട്ടാന ഷോക്കേറ്റിച്ചെറിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയാണ് എം.എൽ.എ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയത്. മിഥുൻ മുരളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം എം.എൽ.എ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തി ഓഫീസ് കത്തിക്കുമെന്നും അതോടൊപ്പം തന്നെ നക്സലുകൾ അങ്ങോട്ടേക്ക് എത്തുമെന്നും എല്ലാം വളരെ വലിയൊരു ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഫോറസ്റ്റ് ഓഫീസർമാർ കസ്റ്റഡിയിലെടുത്ത അന്യസംസ്ഥാന തൊഴിലാളിയെ മോചിപ്പിച്ചു കൊണ്ടുപോയത്. ഇപ്പോൾ ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നു കേൾക്കുകയാണ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഫോറസ്റ്റ് വനപാലകരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് എം.എൽ.എ ഇത്തരത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് കസ്റ്റഡിയിലുള്ള വ്യക്തിയെ മോചിപ്പിച്ചത് എന്നുള്ളതാണ് വിമർശനം ഉയരുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം. കാട്ടാന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തിയെ വനപാലകർ കസ്റ്റഡിയിലെടുത്തത്. ഇങ്ങനെ കസ്റ്റഡിയിലുള്ള ആളെയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയെയാണ് എം.എൽ.എ ഇടപെട്ട് എം.എൽ.എ ഭീഷണി മുഴക്കിക്കൊണ്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തി ആക്രോശിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിന് തീവെക്കും, നക്സലുകൾ ഇറങ്ങും തുടങ്ങിയ ഭീഷണികൾ മുഴക്കിക്കൊണ്ട് ഈ വ്യക്തിയെ മോചിപ്പിച്ചുകൊണ്ട് പോയത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം വനപാലകരുടെ സ്റ്റാഫ് സംഘടനകളിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ സംഘടനകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. ഈ കോന്നി ഭാഗത്ത് കാട്ടാനകൾ ചെരിയുന്നതും കൈതച്ചക്ക മാഫിയയുടെ ഇടപെടലും എല്ലാം ഉണ്ട്. അതിനെതിരെയാണ് വനപാലകർ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന വനപാലകർക്കെതിരെ സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി ചിലർ ആക്രമണം അഴിച്ചുവിടുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഫോറസ്റ്റ് സ്റ്റാഫ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന പ്രധാന കാര്യം ഈ കൃത്യനിർവഹണം നടത്തുക എന്നുള്ളത് വനപാലകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയുടെ ഭാഗമായി അന്വേഷണത്തിന് വേണ്ടി, ചോദ്യം ചെയ്യലിന് വേണ്ടി ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടാന ഷോക്കേറ്റതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് വനംവകുപ്പ് തന്നെ ഉത്തരവിട്ടിട്ടുള്ളതാണ്. വനപാലകർക്ക് എതിരെ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് എം.എൽ.എ ഇടപെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത്. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ വനപാലകരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് എം.എൽ.എ ഇടപെട്ടതിനെതിരെ വലിയ പ്രതിഷേധവും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഇനി വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ജനപ്രതിനിധിയാണ്, കൃത്യമായി തന്നെ നിയമപരമായ നടപടികളിലൂടെ കാര്യങ്ങൾ നീക്കുപോക്കുകൾ നടത്തേണ്ട വ്യക്തിയാണ്. പക്ഷേ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് ജനീഷ് കുമാർ എം.എൽ.എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതിൽ വിശദീകരണം അല്ലെങ്കിൽ ന്യായീകരണം പറഞ്ഞുകൊണ്ട് എം.എൽ.എയുടെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന്റെ ഉദ്ദേശശുദ്ധി ഇങ്ങനെയാണ്, അനാവശ്യമായാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് വെച്ചത്, അത് ചോദ്യം ചെയ്യുകയായിരുന്നു താൻ എന്നായിരുന്നു എം.എൽ.എ പറഞ്ഞത്. പക്ഷേ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം അല്ലെങ്കിൽ ഇടപെടാൻ കഴിയാത്ത രീതിയിലുള്ള ചില ഇടപെടലുകളാണ് എം.എൽ.എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. മിഥുൻ മുരളിയാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.